നമ്മൾ അപ്പോൾ കണ്ണൂർ പോവുകയാണ്. എന്തിനാ? കഴിഞ്ഞ ദിവസം ഇവൻ ഓഫീസിലായിരുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇവനില്ലായിരുന്നു. അതിൽ ഇപ്പം നോക്കി പഠിക്കാനുള്ള ശ്രമത്തിലാണ്. നാളെയാണ് ഡാൻസ്. ഓക്കെ, ഇപ്പോഴാണ് അടുത്ത ഒരാൾ കുളിച്ചതാ കുട്ടപ്പനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് മാറാനായിട്ട്. റെഡി ആയിട്ട് ട്രെയിൻ കയറാൻ പോവാം. നിങ്ങൾ യൂണിഫോം ഇട്ട് ഏത് സ്കൂളിലോട്ടാ ഗൈസ്? ട്രെയിനിന് ഇനി 10 മിനിറ്റ്. നമ്മുടെ ട്രെയിൻ വന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേടാ? ഇവർ രണ്ടുപേരും കൂടെ എളുപ്പത്തിന് ഒന്നിലോട്ട് പൊതിഞ്ഞതാണ്. പക്ഷെ അത് രണ്ടുപേർക്കും ഇപ്പം പാടായി. ഇപ്പോൾ സമയം രാവിലെ 9:20 11 മണിക്ക് നമുക്ക് എത്തേണ്ട കണ്ണൂർ സ്റ്റേഷനിൽ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും വെട്ടിയിട്ട ബാഴ് അതുപോലെ കിടപ്പുണ്ട്. എത്തിച്ചേരുന്നതാണ്. സമയം 10:10 പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ് ഡാ നിന്റെ ചേട്ടന്. ഇപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫൈനൽ ഡാൻസ് പ്രാക്ടീസിന് മുമ്പ് നമ്മൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതെന്താ മീന? ഇനി മറ്റേ സാധനം നോക്കാം. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടിക്ക് എന്താണെന്ന് അറിയില്ല. എല്ലാവരും ഇവിടെ സ്റ്റെപ്പ് പഠിക്കണം. മോശം സ്റ്റെപ്പ് പഠിക്കണം. ചെറുക്കൻ ഫാമിലി പള്ളിയിലോട്ട് ഇറങ്ങുകയാണ്. പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാൻസ് പ്രാക്ടീസൊക്കെ തീർത്ത് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയപ്പോഴേക്കും പള്ളിയിലെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റിസപ്ഷന് അണിഞ്ഞൊരുക്കി പോവാം. പള്ളിയിലാണ് ആക്ച്വലി കല്യാണം നടന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. കല്യാണം ചെറുക്കനെ കാണുന്നത്. ചെറുക്കൻ്റെ അനിയനെ ഇവിടെ നിൽപ്പുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്കൊന്ന് ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് പോകാം. ഓഡിറ്റോറിയം റിസോർട്ടിന് അങ്ങോട്ട് പോകട്ടെ. അവിടെ എല്ലാ പരിപാടികളും. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ കയറിയ ഒരു യുവാവ്. അവിടെ നീ പോസ്റ്റ് ചെയ്യണം, ഞാൻ വ്ളോഗിന് വീഡിയോ എടുക്കുക. വി ആർ ദ വാക്കിംഗ് ടു ദ റിസപ്ഷൻ ഓഫ് ദ റിസോർട്ട്. റിസോർട്ടിലുള്ള റിസപ്ഷൻ നടക്കുന്ന റിസോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് രക്ഷകനായി എൻ്റെ കണ്ണാടിയും കൊണ്ട് വിച്ച് വന്നിരിക്കുകയാണ്. വണ്ടിയിൽ തന്നെ നടക്കാതെ അധികം ദൂരമൊന്നുമില്ല, 300 മീറ്ററേ ഉള്ളൂ. നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകും. റിസോർട്ട് പോലത്തെ ഒരു സംഭവം, ശരിക്കും റിസോർട്ടല്ലെന്ന് തോന്നുന്നു. വലിയ സംഭവം, സാധാരണ ഒരു സംഭവം. ക്ലിഫ് ഹൗസ് എന്നാണ് ആ റിസോർട്ട് പോലത്തെ സംഭവത്തിന്റെ പേര്. ഗ്ലാസ് ഒക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനാണ്. ഇവിടെയൊക്കെ വലിയൊരു ആൾക്കൂട്ടമാണ് നമുക്ക് കാണാൻ. ജനസാഗരമാണ്. ആ കല്യാണ ചെറുക്കൻ്റെ അനിയന്മാർ നമ്മളെ വരവേൽക്കാനായിട്ട്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഇവന്മാർ ഓൾറെഡി ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ലേറ്റ് തന്നെ തെറി കെട്ടിട്ടിരിക്കുക. റിസപ്ഷൻ നടക്കുന്ന ആ റിസോർട്ടിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ്. ഇവിടെ ഫോട്ടോ എടുക്കുന്ന മുന്നാമ്പുറ കാഴ്ചകൾ. കഴിവില്ലാത്ത ഫോട്ടോഗ്രാഫർ. സ്റ്റേജ് റൈറ്റ് സൈഡിൽ. കഴിവുണ്ടായിട്ടും ആരും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുന്നത് സത്യം. ഡാൻസ് കളിക്കാനുള്ള സ്റ്റേജ് സ്ഥലം കുറച്ച് കുറവാണ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം. അടുത്തത് ചേച്ചി തരാം. കണ്ണാടിയല്ല. അപ്പോൾ ചെറുക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്. അല്ല, ചെറുക്കനും പെണ്ണും എത്തിയില്ല, ചെറുക്കൻ എത്തിയിട്ടുണ്ട്. പെണ്ണെത്തിയോടാ? പെണ്ണ അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. ആ ചെറുക്കനും പെണ്ണും ഒരു വണ്ടിയിലാണോ? പിന്നെ ആ ശരി, കല്യാണം കഴിഞ്ഞില്ലല്ലേ? അപ്പോൾ ചെറുക്കനും പെണ്ണും അതിനകത്തുണ്ട്. അടുത്ത ചെറുക്കൻ്റെ അനിയൻ്റെ വക റാപ്പ്. Lift the bar, underground methods, top notch rules, get the most specialist, straight to the
രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ഡാൻസ് കളിച്ച് ക്ഷീണിതരായിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാം. വളരെ കുറച്ച്. അപ്പം നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ കാണാം. പരിപാടിയും ഫുഡും DJ നൈറ്റും എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഫ്രീ ആയി. ഇനി എല്ലാവരും പല പല വഴിക്കായി പോകുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ റൂമിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ പന്തലൊക്കെ പൊളിച്ചെടുക്കുകയാണ്. ഇന്നലെ നേരത്തെ കിടന്നു. 2 മണിയായി. നമ്മൾ ചെന്നപ്പോഴും സോഫ കിടപ്പുണ്ടായിരുന്നു. അപ്പവും കറിയൊക്കെ കഴിച്ചു. ഇപ്പോൾ ഒരു കപ്പ ബിരിയാണി വന്നു. വിശപ്പ് മാറിയൊന്ന് കുറച്ച് നമുക്ക് എടുത്ത് കപ്പ ബിരിയാണി കഴിച്ച് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങോട്ടാ പോകുന്നത് വെച്ചോ? ഞങ്ങളിപ്പോൾ തോട്ടടക്കാണ് പോകുന്നത്. തോട്ടടയോ? വെറുതെ നേരത്തെ വേറെന്താണല്ലോ പറഞ്ഞത്? അത് ചൊവ്വയിൽ വിട്ടിയാണ് തോട്ടട പോകുന്നത്. ചൊവ്വയിലേക്ക്, കാറിൽ ചൊവ്വയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കാറിലല്ലേ? കാറിൽ നമ്മൾ ചൊവ്വയ്ക്ക് പോകുന്നുണ്ടോ? താഴെ ചൊവ്വയുണ്ട്, മേളി ചൊവ്വയുണ്ട്, ഇടച്ചൊവ്വയുണ്ട്. അല്ലടാ, താഴെ ചൊവ്വ മേലെ ചൊവ്വയല്ലേ? നേരെ ചൊവ്വയില്ല. ഇവിടെ ഒന്നും നേരെ ചൊവ്വയില്ല. ഒരു ബാഗൊക്കെ എടുക്കാൻ വന്നതാണ്. ബാഗ് അതൊക്കെ എടുത്തിട്ടു. ഇപ്പം നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു പോകാം. ലഞ്ച് കഴിക്കാൻ അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോവുകയാണ്. അതൊരു യുദ്ധവിമാനം മിലിറ്ററി ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അൻവർ സിനിമയിലെ ജയിലിലോട്ടാണ്. വണ്ടി അങ്ങോട്ട് വന്നപ്പോൾ വണ്ടി അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് ഇറക്കുകയാണ്. ടിക്കറ്റ് കിട്ടി. ടിക്കറ്റിന് എത്ര? ടിക്കറ്റിന് 25. പൃഥ്വിരാജ് ലാലി ഇരിക്കുവായിരുന്നു. ഇവിടെ അല്ലേ? ഇവിടെ ഇവിടെ അല്ലേ?
ഇവിടെ മറ്റേ കറുത്ത കട്ട ഫ്രെയിമുള്ള കണ്ണാടി വെച്ച് പ്രകാശ് രാജ് നോക്കുമല്ലേ? ഇവരെ പറ്റി എന്തോ ചോദിക്കും, അങ്ങനെ സീനില്ലേ? തിരിച്ച് നടന്നു പോയി നോക്കുന്നുണ്ട്. അനന്തഭദ്രത്തില് ദിഗംബരം മറ്റേ വെക്കുന്ന കണ്ണില് ആയുർരേഖയ്ക്ക് എന്തോ ഒരു പ്രശ്നം. ഇതിനകത്തൂടെ പാസേജ് ഉണ്ടായിരുന്നു. ഇതുവഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലശ്ശേരി കോട്ടിൽ എത്തും എന്നാണ് ഇവൻ പറയുന്നത്. ശരിയല്ലെങ്കിൽ ഇവനെ തെറി വിളിച്ചു, എനിക്കറിയത്തില്ല. നമ്മൾ ഒരു വശം വരെ പോയി കണ്ടിട്ട് ഇപ്പൊ അടുത്ത വശത്തേക്ക് നടക്കുന്നു. അകത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന സ്വച്ഛ ഭാരത്. നടന്നു വന്നാൽ മതി. വീഴുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് വീഴുന്നുണ്ട്. ഇതേ സ്ഥലത്തോട്ടാണ് കണ്ടോ ഇവർ ഇറക്കി വരുന്നത്. ഇറങ്ങി വേണം, രണ്ടാമത്താണ് അവിടെ. സ്ലോ മോഷൻ വേണ്ട, അവര് സ്ലോ മോഷൻ അല്ല ഇടിച്ചത്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് കയറാം. സ്ലോ മോഷൻ നടക്കുന്നവരെല്ലാം തീവ്രവാദികളാണ്. എൻ്റെ അറിവിലല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടത് സംഭവബഹുലമായ ഒരു ആക്ടിങ് പെർഫോമൻസ് ആയിരുന്നു. അമൽ നീരത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളെ ഇനി അങ്ങനെ ലൊക്കേഷൻ്റെ അടുത്ത് പോലും പഠിപ്പിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെയാണ് അൻവറിനകത്ത് മറ്റേ ജയിലിൽ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ഫൈറ്റ് സീൻ. നമ്മൾ ഇവിടെ മൊത്തം ചുറ്റിക്കറങ്ങി സമയം 5:30 ഫോർട്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിൽ മാത്രം അങ്ങോട്ട് ഒതുക്കാണ്ട് അത് നടത്തിയെടുക്കും. അപ്പോൾ നമ്മൾ പാഴ്സൽ മേടിച്ച കല്ലുമ്മക്കായ അൺബോക്സിംഗ് ആണ്. കല്ലുമ്മക്കായ വിത്ത് സ്ട്രോങ് ചായ. എനിക്ക് വേറെ കട്ടക്കാപ്പി പറയട്ടെ. കട്ടക്കാപ്പി പറയാം. അതിനോട് ഹാഫ് അടിക്കുമോ? ഹാഫ് എങ്ങനെയുണ്ട് കല്ലുമ്മക്കായ? എങ്ങനെയുണ്ട് കല്ലുമ്മക്കായ? കണ്ണൂർ കുറവിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരിയിലാണ്. എത്ര സിനിമകൾ ഷൂട്ട് ചെയ്ത തലശ്ശേരി. ഇവിടെ ഇപ്പോൾ നമ്മൾ മറ്റേ ഈ ഭാഗത്താണ് തല്ലുമലയിലെ മറ്റേ പാട്ടിൻ്റെ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വിനോദും ആയിഷയുടെയും പ്രേമം വീട്ടിൽ പൊക്കി സീനായ സമയത്ത് ലാസ്റ്റ് വിനോദിനെ കാണാണ്ടാവും. അപ്പോൾ വിനോദിനെ കാണാതായി കഴിഞ്ഞിട്ട് ആയിഷ പോലീസിലൊക്കെ പോയി പറഞ്ഞിട്ട് അറിയില്ല വിനോദ് അവിടെ പോയി എന്ത് പറ്റിയെന്നറിയാതെ അവസാനം അന്വേഷിച്ച് അവസാനം മനസ്സിലാവും വിനോദ് കടൽപ്പാലത്തിൻ്റെ അവിടെ ഉണ്ട്. ആ കടൽപ്പാലം കാണാനാണ് നമ്മളിപ്പോൾ വന്നത്. ചീരിട്ടാണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടാണ് ആയിഷ വിനോദിനോട് ചോദിക്കുന്നത് അവിടെ ഒരു ഇത്തിരി നിസ്കാരപ്പായ വിരിക്കാനായിട്ട് പായ തരുമെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ കിസ് അടിക്കുന്ന സ്ഥലം പറ്റാത്തതുകൊണ്ട് നമ്മൾ വെറുതെ അപ്പുറത്തെ സൈഡിലോട്ട് നടക്കുകയാണ്. നമുക്കിനി ഒരു കട്ടനൊക്കെ കുടിച്ച് ഇവിടെ ഈ ലൊക്കേഷൻ വന്നിരിക്കുമ്പോൾ എനിക്ക് ഒരാളോട് നന്ദി പറയാൻ തോന്നുന്നു. ആരോടെന്നറിയോ? ആരോടാ? കസ്റ്റമർ കെയറിലെ ബാബുവിന്. വിനോദിന് ആയിഷയ്ക്ക് കണ്ടുപിടിക്കാൻ അവിടെ നമ്മൾ തട്ടത്തെ മരത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത കടൽപ്പാലത്തിൽ നിന്നും കയറി വരുന്നത് തല്ലുമലയിലെ പാട്ട് സീൻ ചിത്രീകരിച്ച ആ ഗ്രാഫിറ്റിയുള്ള ഭിത്തികളിലെ ഉള്ള സ്ഥലത്തേക്കാണ്. തലശ്ശേരി വരെ വന്നിട്ട് ഒരു ബിരിയാണി കഴിച്ചില്ലെങ്കിൽ മോശമല്ല. അപ്പം നമുക്കൊരു തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാം. അപ്പം നമുക്കിനി ബിരിയാണി കഴിച്ച് സെറ്റാക്കാം.
അതിനുള്ള ഫുഡടിക്ക് ശേഷം നടക്കാൻ പോലും കഴിയാതെ വിഷ്ണു നടക്കുകയാണ്. ഓക്കെ ബിരിയാണി ആയിരുന്നു, കൊള്ളാം, എന്നാലും ഭയങ്കര സംഭവമൊന്നുമല്ലായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കണ്ണൂരിലേക്ക്, കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റിയിലേക്ക്, കുറുവ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി നല്ല ചൂടാകൊണ്ടൊരു ജീരക സോഡ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്ക് ഒരു വെയിലത്ത് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബീച്ച് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. മാറിയിരുന്ന് സീൻ പിടിക്കുന്ന കുറച്ച് യുവാക്കൾ നമ്മളെ കൂടെ വന്നവരെ കണ്ടോ, പക്ഷേ നമ്മളിങ്ങ് ദൂരെ ഇരുന്നു. നമ്മൾ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ പോവും. ഇപ്പോൾ കടലിലിറങ്ങി നനഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ആക്ച്വലി വളരെ ശാന്തസമാധാനമായ ഒരു കുഞ്ഞ് ബീച്ചായിരുന്നു, ആളില്ല, ബഹളമില്ല. പോട്ടെ, നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു കുഞ്ഞ് സമാധാനപരമായ ബീച്ചുണ്ടെന്ന്. എന്ത് ചെയ്യാൻ, ഈ ബീച്ചിന് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ലഞ്ചാക്കാൻ വേണ്ടിയിട്ട് പുലരി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇരുന്നു, കഞ്ഞിവെള്ളം കിട്ടി, കഞ്ഞിവെള്ളം കുടിച്ചിട്ട് ബാക്കി കഴിയുന്നു. ഒന്ന് രീതിയാണ് അത്ര പോകുന്നത് കണ്ടോ, മൊത്തം മേശപ്പുറത്തൊക്കെ ഇട്ടൊക്കെ വേണം. നമുക്ക് 2 ഐക്കൂറ നെയ്മീനുണ്ട്, കൂന്തലുണ്ട്, കല്ലുമ്മക്കായുണ്ട്, ചെമ്മീൻ വരുന്നുണ്ട്, കൂന്തലുമുണ്ട്. പിന്നെ നമുക്ക് കഴിച്ചിട്ട് പോവാം. ഞാൻ നിങ്ങൾ അവിടെ വരുന്ന കാത്തിരിക്കുക, തിരിഞ്ഞു വെച്ചാൽ നിങ്ങൾ തോന്നുന്നുണ്ട്. കഴിഞ്ഞ പേര് അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഒത്തിരി കൂടുതലും അല്ല, എന്നാൽ തീരെ കുറവല്ല. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ഇവിടെ ഭയങ്കര ഫേമസ് ആയ ഒതൻസ് എന്ന് പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞു അതിനെക്കാട്ടും ബെറ്റർ ഇതാണ്, അവിടെ ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ എന്തായാലും പൈസയ്ക്ക് വലിയ സീനൊന്നുമില്ല, നല്ല ഫുഡാണ്. ഞാൻ ഒതൻസ് കഴിച്ചിട്ടില്ല, അറിഞ്ഞേട്ടാ നിങ്ങൾ ഒതൻസിന് കഴിച്ചിട്ടുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഒതേൻസ് ആ കണ്ണാടി വരിട്ട് പറയും. ഒതേൻസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ട്. ഞാൻ പറയാം മസാലയിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ടേസ്റ്റ് പിടിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഐക്കൂറ, പിന്നെ കൂന്തൽ ഒരു സെറ്റാട്ടോ. കൂന്തൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഡിഷായിരുന്നു. ഇനി വന്നാൽ അവിടെ പോകും, ഇവിടെ പോകും ഓഫ് കോഴ്സ്. കൺക്ലൂഷൻ പുള്ളിയുടെ അഭിപ്രായമാണ്. എന്റെ സ്വന്തം അഭിപ്രായമാണ്. നല്ല മസാല, നല്ല ടേസ്റ്റ്. സമയം 4:30, വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. എന്നാലും ഇവിടം വരെ വന്നിട്ട് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാതെ എങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മൾ കണ്ണൂരിന് വിട പറയാനായിട്ട് വീണ്ടും സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ. ഇനി പിന്നെ അപ്പോൾ ബാംഗ്ലൂർ വെച്ച് വീണ്ടും വരുമ്പോഴേക്കും അതോടുകൂടി കണ്ണൂർ വ്ലോഗും ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഇനി പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല. അപ്പോൾ ബൈ ബൈ.